അതിനോട് ചേർത്ത് പറഞ്ഞൊരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. അങ്ങനെ ഒരു മാസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഒരു വർഷം നമ്മോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ബോധമില്ല, ഒരു വർഷം നമ്മോട് സലാം പറഞ്ഞു പോയിരിക്കുകയാണ്. ഒരു ആയുസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓരോ ദിവസവും യാത്ര പറയുമ്പോഴും വല്ലാത്ത വേദനയോടെ ആയിരിക്കണം നാം ചിന്തിക്കേണ്ടത്. ഈ ഒരു വർഷം, ഈ ഒരു വയസ്സ് വരെ, ഈ ഒരു ആയുസ് വരെ എന്തൊക്കെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വട്ടപൂജ്യമായിരിക്കും നമുക്ക് പറയാൻ കഴിയുക. എന്റെ വാപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു വഖ്ത് നിസ്കാരമെങ്കിലും പൂർണ്ണമായി റബ്ബിനെ ഓർത്ത് മാത്രം നിസ്കരിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വിട്ടുന്നവരെ അല്ലാഹ് മാത്രം നമ്മുടെ ഖൽബിൽ, റബ്ബ് മാത്രം നമ്മുടെ ഖൽബിൽ. എത്ര നിസ്കാരം ഉണ്ടാകും എടുത്തു പറയാൻ, എത്ര നിസ്കാരം ഉണ്ടാകും എടുത്തു പറയാൻ. നമ്മുടെ കാര്യങ്ങൾ നാം പ്ലാൻ ചെയ്യുന്നത് നിസ്കാരത്തിലേക്ക് കൈകഴിഞ്ഞ ശേഷമാണ് അല്ലെ? നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ കാര്യം നാം പ്ലാൻ ചെയ്യാൻ. അവിടെ പോകണം, നാളെ ഇങ്ങോട്ട് പോകണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ ഫാത്തിഹ ഓതുന്നുണ്ടാവും. നമ്മുടെ ഖൽബിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ടാവും. അല്ലാഹു നമ്മുടെ ഇബാദത്ത് മനോഹരമാക്കാൻ തൗഫീഖ് തരട്ടെ. ഒരു വഖ്ത് വേണ്ട, ഒരു റക്അത്ത് പോലും നമുക്ക് റബ്ബിന് വേണ്ടി സമർപ്പിക്കാൻ, അല്ലാഹ് എന്ന ചിന്തയോടെ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ വാപ്പ ഒന്ന് ചിന്തിക്കണം. ഒരു വിചിന്തനം നടക്കണം. നമ്മെ കുറിച്ച് നാം മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, അബൂദർ തങ്ങളോട് പറയുകയാണ്, യാ അബൂദർ حاسب نفسك قبل أن تحاسب فإنه أهون لحسابك غدا وزن نفسك قبل أن توزن. وأبو ذر, നിങ്ങളെ വിചാരണ ചെയ്യുന്ന ഒരു നേരം കടന്നു വരാനുണ്ട്. നിങ്ങളെ വിചാരണ ചെയ്യുന്ന ഒരു സമയം കടന്നു വരാനുണ്ട്. ആ സമയത്തിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിചാരണ ചെയ്തേക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്തേക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളെ അമലുകൾ ഒന്ന് പരിശോധിച്ചു നോക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രങ്ങൾ വളരെ ആവേശത്തോടെ കേൾക്കുന്നവരാണ് നാം. ഉമർ തങ്ങൾ ധീരനാണെന്ന് പലവട്ടം പറയുന്നവരാണ് നാം. ഉമർ എന്നവർ സ്വർഗം കൊണ്ട് സന്തോഷമാർത്ത അറിയിച്ചവരാണെന്ന് പലതവണ പറയുന്നവരാണ് നാം. ഉമർ എന്നവരെ കണ്ട് ഇബ്ലീസ് പോലും പേടിച്ചു പോകുന്നു എന്ന് വളരെ ആവേശത്തോടെ കേൾക്കുന്നവരാണ് നാം. ആ ഉമറിന്റെ ചരിത്രമുണ്ട്. പ്രിയപ്പെട്ട വാപ്പ ഉമർ തങ്ങൾ വഫാത്തായപ്പോ, ഉമർ എന്നവർ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ, ഉമർ തങ്ങളെ ജനാസ മയ്യിത്ത് കുളിപ്പിക്കുമ്പോ ഒരുപാട് അടിയുടെ പാടുകൾ ഉമർ എന്നവർ ശരീരത്തിൽ കാണുകയാണ്. ചാട്ടവാറ് കൊണ്ട് ശരീരത്തടിച്ച പാടുകൾ ഉമർ എന്നവരുടെ മയ്യിത്ത് കുളിപ്പിക്കുന്ന അവസരത്തിൽ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ് ഉമറിനെ തല്ലിയവരാരാ? ഉമറിനെ വേദനിപ്പിച്ചവരാരാ? ഉമറിന്റെ ശരീരത്തെ ഇങ്ങനെ മുറിവേൽപ്പിക്കാൻ ധൈര്യമുള്ളവരാരാണ്? അന്വേഷണം നടക്കുകയാണ്. അവിടെ ഒരുപാട് അന്വേഷിക്കുകയാണ്. അവസാനം കണ്ടെത്തിയത് എന്താണെന്നറിയുമോ? ഉമറിനെ തല്ലിയവർ മറ്റാരുമല്ല, അത് ഉമർ തന്നെയാണ്. റളിയല്ലാഹു അൻഹു. ഉമറിനെ തല്ലിയത് ഉമർ തന്നെയാണ്. റളിയല്ലാഹു അൻഹു. എന്തിനാണെന്നറിയോ? എല്ലാ ദിവസം ഉറങ്ങുന്ന സമയമാകുമ്പോ, എല്ലാ ദിവസം രാവാകുമ്പോ, എല്ലാ ദിവസം നിദ്രയിലേക്ക് കടന്നു പോകുമ്പോ ഉമർ തങ്ങൾ സുബഹി മുതലുള്ള അന്നത്തെ ദിവസത്തിന്റെ ചാർട്ടിംഗ് എടുക്കുകയാണ്. അന്നത്തെ ദിവസത്തിന്റെ അന്ന് ചെയ്ത കാര്യങ്ങൾ ഒരു ഹിസ്റ്ററിംഗ് എടുക്കുകയാണ്. ഉമർ തങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തുകയാണ്. താൻ എന്ത് ചെയ്തു, രാവിലെ മുതൽ ഉച്ചയ്ക്ക് എന്ത് ചെയ്തു, വൈകുന്നേരം എന്ത് ചെയ്തു, ഇങ്ങനെ ഉമർ എന്നവരെ തന്റെ ജീവിതം പരിശോധിച്ചു നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ജീവിതത്തിൽ
ജീവിതത്തിന്റെ ഇടയിൽ വല്ല പാപം പോലോത്തത് കണ്ടാൽ പാപമല്ല, തെറ്റല്ല, തെറ്റ് പോലോത്തത് മറന്നവരെ കണ്ടാൽ ഒരു ചാട്ടവാരെടുത്ത് ഉമറിന്റെ ശരീരം തടിക്കുകയാണ്. എന്നിട്ട് ഉമറിനോട് ചോദിക്കുകയാണ്, ഉമറേ, ഓ ഉമറിന്റെ ശരീരമേ, നീ ഇത് ചെയ്തു പോയല്ലോ, നീ ഇത് ചെയ്തു പോയല്ലോ ഉമറിന്റെ ശരീരമേ എന്ന് എല്ലാ ദിവസവും ഉമറെന്നവർ തന്റെ ശരീരത്തെ വേദനിപ്പിച്ച് ചോദിക്കുമായിരുന്നു. എന്നാൽ ഓ എന്റെ വാപ്പാ, ഓ എന്റെ സഹോദര, ഈ ആയുസ് കാലത്തിന്റെ ഇടയിൽ, ഈ 60 വയസ്സിന്റെ ഇടയിൽ, ഈ 45 വയസ്സിന്റെ ഇടയിൽ ഇന്ന് വരെ, ഇന്ന് ഈ നിമിഷം വരെ ഒരൊറ്റ നിമിഷമെങ്കിലും എന്റെ വാപ്പമാരെ, എന്റെ സഹോദരന്മാരെ, നാം ചെയ്തു പോയ പാപത്തെ ഓർത്തൊന്ന് കരഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവനത്തെ ഒന്ന് നിങ്ങൾ വിചിന്തനം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ കണക്കൊന്നെടുത്ത് നോക്കിയിട്ടുണ്ടോ? എന്റെ ഒരു പാപം ചെയ്യാനിട്ടാണോ? എന്റെ ഒരു ഹറാമും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാത്തത് കൊണ്ടാണോ? എന്റെ ഒരു തെറ്റും ചെയ്യാത്തവനാണ് ഞാനെന്ന ചിന്ത നമ്മുടെ കൽപ്പിൽ കയറി കൂടിയത് കൊണ്ടാണോ? പാപം എടുത്തു നോക്കണേ. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കാൻ മനസ്സ് കാണിക്കണം. ഹബീബായ തങ്ങൾ പറയാണ്, ഹാസിബൂ ഖബ്ല അൻ തുഹാസബൂ. നിങ്ങൾ ഹിസാബ് ചെയ്യുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്തിന് മുമ്പ് നിങ്ങളൊന്ന് സ്വന്തമായി ഹിസാബ് ചെയ്തേക്കണേ എന്ന് പരിശുദ്ധ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് പറ്റിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അതിന് പറ്റിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. നമ്മുടെ ജീവിതം എടുത്തു നോക്കണം. നല്ല നീയത്തെടുക്കാൻ, നല്ല നീയത്ത് കൊണ്ടുവരാൻ, ഇനി എന്റെ ജീവിതം പടച്ചറപ്പിന്റെ പൊരുത്തത്തിലാക്കി മാറ്റും എന്ന ഒരു ദൃഢപ്രതിജ്ഞയെടുക്കാൻ പറ്റിയ ഒരു നിമിഷത്തിലാണ് നാം ഉള്ളത്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. എനിക്ക് ഇനിയും കുറെ കാലം ജീവിക്കാനുണ്ട്. ഇപ്പൊന്നും നന്നാണ് വേണ്ട, ഇപ്പൊന്നും നന്നാണ് വേണ്ട, കുറച്ചു കാലം പോയി ഞാൻ ജീവിക്കും, ലാസ്റ്റ് ആവുക നന്നാവാം, ഇപ്പത്തെ ചെയ്യുന്ന തെറ്റൊക്കെ ചെയ്യാം. അങ്ങനെയാണ് ഒരാൾ വിചാരിക്കുന്നത്, അല്ലെ? ഇപ്പൊ ഇങ്ങനെ പോട്ടെ, മരിക്കാനാവുമ്പോ ഞാൻ എന്തായിക്കോളാം, നന്നായിക്കോളാം എന്നാണ്. അള്ളാഹു സലാമത്താക്കി തരട്ടെ, അള്ളാഹു സലാമത്താക്കി തരട്ടെ. അങ്ങനൊന്നും വിചാരിക്കല്ല എന്റെ പ്രിയപ്പെട്ടവരെ. എപ്പോഴാണ് യാത്ര പറയേണ്ടി വരിക എന്ന് പറയാൻ കഴിയില്ല. അതെ, ഇപ്പൊ കേൾക്കുന്ന വാർത്തകളെല്ലാം സുബ്ഹാനല്ലാഹ് ഞെട്ടിപ്പിക്കുന്നതാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് അറ്റാക്ക് മൂലം മരണപ്പെടുന്നത്. എത്രയോ മരണങ്ങൾ സുബ്ഹാനല്ലാഹ് ഈ 2 ആഴ്ചക്കുള്ളിൽ നാം എടുത്തു നോക്കിയാൽ തന്നെ നമ്മുടെ പരിസരത്ത് സുബ്ഹാനല്ലാഹ് അപകടത്തിൽ മൂലം മരിച്ച എത്ര ചെറുപ്പക്കാരാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സലാമത്താക്കട്ടെ, അല്ലാഹു നമ്മുടെ മക്കൾക്ക് കാവലേകട്ടെ. എല്ലാ വിപത്തുകളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് നമ്മെ നാമുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും അല്ലാഹു സലാമത്താക്കട്ടെ. ഇന്നത്തെ രാവിലെ ഒന്ന് ചിന്തിക്കണം, എന്റെ ജീവിതത്തിൽ എത്ര തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരും അറിയണ്ട, ആരോടും പറയണ്ട. ഒന്ന് നമ്മുടെ പ്രൈവസി റൂമിൽ, നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്ന് ഞാനും എന്റെ റബ്ബും, ഞാനും എന്റെ തമ്പുരാനും ആ റബ്ബിനോടും ഏറ്റു പറയാനൊരു മനസ്സ് കാണിക്കേണ്ട വാപ്പ. ഒരു നല്ല നിയത്തെടുക്ക്. ഇനി എന്റെ ജീവിതത്തിൽ ഒരു ഹറാം കടന്നു വരില്ല, ഇനി എന്റെ ജീവിതത്തിൽ ഒരു അരുതായ്മയും കടന്നു വരില്ല, ഇനി എന്റെ നാവിൽ ഒരൊറ്റ മനുഷ്യനെ കുറിച്ച് വേണ്ടാത്തത് പറയൂല, ഇനി എന്റെ ഖൽബിൽ ഒരാളോട് ഒരു വൈരമുണ്ടാവൂല, ഒരു വിദ്വേഷമുണ്ടാവൂല, ഒരു പകയില്ല, ഒരു വെറുപ്പില്ല, ഒരു ഹസദില്ല എന്ന നിയത്തെടുക്കാൻ നമുക്ക് പറ്റിയോ നമുക്ക് വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇതിന് പറ്റിയ ഒരു രാവാണ് ഇന്നത്തെ രാവ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഒരു വയസ്സ് നമ്മോട് യാത്ര പറഞ്ഞു. ഇനി പുതിയ ജീവിതത്തിലേക്ക്, പുതിയൊരു മത്സരത്തിലേക്ക്, പുതിയൊരു വർഷത്തേക്ക് നാം കടക്കുകയാണ്. നല്ലൊരു തുടക്കമാവട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെത്. അല്ലാഹു ആക്കി തരട്ടെ. അല്ലാഹു ഏറെ ആദരിച്ച മാസമാണ്, പടച്ചറപ്പ് ഏറെ ബഹുമാനം നൽകിയ മാസമാണ്. ഈ മാസത്തിൽ നല്ല മനുഷ്യനായി തീരാൻ നമുക്ക് കഴിയണം. ഹബീബായ തങ്ങൾ പറഞ്ഞുവല്ലോ,
ഏറ്റവും ബുദ്ധിമാനാരാണെന്നറിയോ? അൽ കൈസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഏറ്റവും ബുദ്ധിമാനാരാണെന്നറിയുമോ? മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഹബീബായ തങ്ങൾ പറയാണ്, ബുദ്ധിമാനാരാണെന്നറിയുമോ? മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കി വെക്കുന്നവനാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കി വെക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനമാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. നന്മകളിലേക്ക് കടന്നു വരിക, തിന്മകളോട് സലാം പറയുക, നല്ല മനുഷ്യനായി മാറുക, ചെയ്തു പോയ പാപങ്ങളെല്ലാം റബ്ബിനോട് ഏറ്റു പറയുക. അങ്ങനെ ഏറ്റു പറയാൻ ഒരു മനസ്സ് കാണിച്ചാൽ മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ, അത്തായിബു മിനൽ ദംബി കമല്ലാ ദംബലാ. ചെയ്തു പോയ പാപങ്ങളെല്ലാം റബ്ബിനോട് ഏറ്റു പറഞ്ഞാൽ, വഹിച്ചു പോയ സംഭവിച്ചു പോയ അപരാധങ്ങളെല്ലാം റബ്ബിനോട് ഏറ്റു പറഞ്ഞാൽ അവനൊരു പാപം ചെയ്യാത്തവനെ പോലെയാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്നത്തെ രാത്രി എന്റെ വാപ്പമാരെ, ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട യുവമിഥുനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെയ്തു പോയ തെറ്റുകളെല്ലാം ഒന്ന് റബ്ബിനോട് ഏറ്റു പറഞ്ഞ് നല്ല മനുഷ്യനാവാൻ, ഒരു നല്ല വ്യക്തിയാവാൻ, ഒന്ന് റബ്ബ് പൊരുത്തപ്പെടുന്നവനാകാൻ, അല്ലാഹുവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ തങ്ങള് ഒരുപാട് മഹത്വം നൽകിയ മാസമാണ് മുഹറം എന്നുള്ളത്. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തങ്ങൾ പറയാണ്, ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിക്കുകയാണ്, 3:10 നബി തങ്ങൾ വളരെ ഗൗരവത്തോടെ കണ്ടിരുന്നു എന്നാണ്. 3:10 റസൂലുള്ളാഹി തങ്ങൾ വല്ലാതെ മഹത്വം കൊടുത്തിരുന്നു എന്നാണ്. വലിയ മഹത്വം നബി തങ്ങൾ കൽപ്പിച്ചിരുന്നു എന്നാണ്. ഒന്നാമത്തെ 10 പരിശുദ്ധമായ റമളാൻ മാസത്തിലെ അവസാന 10 ദിവസങ്ങൾ നബി തങ്ങൾ വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ മാസം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ എന്ന് പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ പ്രതിപാദിച്ച ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിലെ മുത്തുനബി തങ്ങൾക്ക് ഏറെ മഹത്വം കൊടുത്തിരുന്നു എന്നാണ്. അതേപോലെ തന്നെ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഹബീബായ തങ്ങൾ വല്ലാത്ത പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വലിയ പ്രാധാന്യമുള്ള 10 ദിവസങ്ങളാണ് മുഹറം മാസത്തിലെ 10 ദിവസങ്ങൾ. അല്ലെ, നമ്മളൊക്കെ പറയാറുണ്ട്, വീട്ടിലൊരു കല്യാണം കഴിക്കുമ്പോൾ, വീട്ടിലൊരു കല്യാണം ഫിക്സ് ആക്കുമ്പോൾ പറയും മുഹറം 10 കഴിയട്ടെന്നാണ്. അല്ലെ, പറയില്ല? ഇല്ലേ? അല്ലെ, യാത്ര ഉദ്ദേശിക്കുന്നവർ പറയും മുഹറം 10 കഴിയട്ടെന്നാണ്. അല്ലെ, എന്തിനാണെന്നറിയോ? എന്തിനാ? ഇതിന്റെ ഉള്ളിൽ പോയ പ്രയാസം ഉണ്ടാവുന്നുള്ളതല്ല, മുഹറം 10 മുമ്പ് അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളതല്ല. പഴയ കാലത്ത് എന്തിനാണ് പറഞ്ഞതെന്നറിയോ? പഴയ മനുഷ്യന്മാർ, പഴയ വാപ്പമാരെത്തിയിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ അറിയാം. പഴയ മനുഷ്യന്മാർ എന്തു ചെയ്യും? അവർ മുഹറം 10 ഒറ്റ ജോലിക്കും പോകില്ല. അല്ലെ, അവർ മുഹറം 10 ഒരു ജോലിക്കും പോകില്ല, യാത്രക്കും പോകില്ല, ഒരൊറ്റ പരിപാടി വെക്കൂല. മുഴുവൻ സമയം പടച്ചറപ്പിന്റെ ഇബാദത്തിലായിരിക്കുന്ന, എല്ലാ സമയത്തും റബ്ബിന് വേണ്ടിയുള്ള ഇബാദത്തിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പഴയ കാലം മുതലേ തുടർന്നു വന്നു മുഹറം 10 കഴിയട്ടെ. ഇന്ന് ഇബാദത്തൊന്നുമില്ല, പക്ഷെ എന്ത് പറഞ്ഞാൽ മുഹറം 10 കഴിയട്ടെ, മുഹറം 10 കഴിയട്ടെ, അല്ലെ എന്നുള്ളതാണ്. പക്ഷെ പഴയ കാലത്ത് ഈ മുഹറം 10 വരെ ഒരു പരിപാടി വെക്കാത്തതിന്റെ ഉദ്ദേശം അവർ മുഴുവനും ആ 10 ദിവസം റബ്ബിന് വേണ്ടി ചെലവഴിക്കുമെന്നുള്ളതാണ്.
അള്ളാഹു നമുക്ക് നല്ല ബോധം പ്രദാനം ചെയ്യട്ടെ. അത്രമേൽ പ്രാധാന്യമുള്ള പത്താണ് ഈ മുഹറം 10 ദിവസം. മുഹറം മാസം മുഴുവനും അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മുഹറം 10 ദിവസം വ്രതമനുഷ്ഠിക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. നോമ്പ് നോക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. പ്രത്യേകിച്ചിട്ട് മുഹറം 10 നോമ്പെടുക്കുക എന്നുള്ളത് മുസ്ലിം തങ്ങൾ പറഞ്ഞു. മുഹറം 10 ഒരു നോമ്പ് ഒരു കൊല്ലത്തെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്ന നോമ്പാണെന്ന് പരിശുദ്ധ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, മുഹറം 10 വ്രതം കടിഞ്ഞു പോയ ഒരു കൊല്ലത്തെ പാപങ്ങളാണ് പൊറുപ്പിക്കുന്നത്. ഹബീബായ തങ്ങൾ പറഞ്ഞുവല്ലോ, മുഹറം 10 നിങ്ങൾ കുടുംബത്തിൽ വിശാലത കാണിക്കണേ. മുഹറം 10 കുടുംബത്തിൽ നിങ്ങൾ വിശാലത കാണിക്കണേ. നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾ കുടുംബത്തിന് കൊടുക്കണേ. നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണേ. ഹബീബായ തങ്ങൾ പറയുന്നു, എങ്കിൽ അവന് വരുന്ന ഒരു വർഷക്കാലം അല്ലാഹു വിശാലത കൊടുക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. എപ്പോ നോക്കിയാലും മത്തിന്റെ കറി പോലെ. അതിപ്പോ മത്തിക്കും വലിയ അല്ലെ വിലയുള്ള സമയമാണ്. ഇപ്പൊ മത്തിയാണ് രാജാവുക അല്ലെ. എപ്പോ നോക്കിയാലും സാമ്പാറിനെ പോലെ. മുഹറം 10 ആകുമ്പോൾ ഒരു നല്ലൊരു ഇറച്ചി അല്ലെ, ഒരു നല്ല വിഭവം, ഒരു നല്ലൊരു മന്തി അല്ലെ ഉണ്ടാക്കി കൊടുക്കും. സുന്നത്താണ്, വെറുതെ പറയുന്നതല്ല, സുന്നത്താണ്. മുത്തനബിതങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ മുഹറം 10 കുടുംബത്തിൽ വിശാലത കാണിക്കണേ. എങ്കിൽ വരുന്ന ഒരു വർഷക്കാലം നിങ്ങളിൽ അല്ലാഹു വിശാലത തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏറെ പുണ്യമുള്ള മാസമാണ്, ഏറെ ശ്രേഷ്ഠതയുള്ള മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ മാസത്തെ ആദരിക്കുക എന്നുള്ളത്, ഈ മാസത്തെ ബഹുമാനിക്കുക എന്നുള്ളത്, ഈ മാസത്തിന്റെ കൊടുക്കേണ്ട ആദരവുകൾ കൊടുക്കുക എന്നുള്ളത് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് തഖ്വ വരാൻ കാരണമാണെന്ന്, മുത്തഖിയായി നാം മാറാൻ കാരണമാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുത്തഖിയാവാൻ കാരണമാണ് ഇത്തരം മാസങ്ങളെ ആദരിക്കുക എന്നുള്ളത് അല്ലെ. എല്ലാ മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു പഠിച്ചിട്ടുള്ളത്. എല്ലാ മുത്തഖീങ്ങൾക്കാണ്. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്. ഖുർആനിൽ 2-ാമത്തെ അധ്യായമാണ്. ഏത് 2-ാമത്തെ അധ്യായം? ഏതാ 2-ാമത്തെ അധ്യായം? സൂറത്തുൽ ബഖറ അല്ലെ. സൂറത്തുൽ ബഖറ. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖിയാകണം, തഖ്വയുള്ളവരാകണം. അങ്ങനെ തഖ്വയുള്ളവരാകാനുള്ള വഴിയാണ് ഇത്തരം മാസങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്. അങ്ങനെ തഖ്വയുള്ളവരായാൽ ഈ ലോകത്ത് സർവ്വതും അല്ലാഹു പടച്ചത്, ഈ ലോകത്തും ഇഹലോകത്തും പരലോകത്തും സർവ്വതും അല്ലാഹു പടച്ചിട്ടുള്ളത് മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. ഖുർആൻ എടുത്തു നോക്ക്. ഖുർആനിൽ തന്നെ അല്ലാഹു പറയുകയാണ്, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഖുർആൻ പോലും, ഈ ഗ്രന്ഥം പോലും, ഈ പരിശുദ്ധമായ അല്ലാഹുവിന്റെ കലാം പോലും അത് മുത്തഖീങ്ങൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാനാണ്, ശരിയായ വഴി കാണിച്ചു കൊടുക്കാനാണ്, മുത്തഖീങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകാനാണ് ഈ ഖുർആൻ പോലും അല്ലാഹു ഇറക്കിയിട്ടുള്ളതെന്നാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇനി സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളൊന്ന് പോകണേ. സ്വർഗ്ഗം കൊതിക്കുന്നവരാണ് നാം, സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവരാണ് നാം, സ്വർഗ്ഗത്തിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുന്നവരാണ് നാം. ആ സ്വർഗ്ഗം മാർക്കാനുള്ളത് ഖുർആൻ പറയട്ടെ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സ്വർഗ്ഗം വേണ്ടേ? ആ സ്വർഗ്ഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അത് മുത്തഖീങ്ങൾക്കാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. മുത്തഖിയായി മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ട
വഴിയാണ് ഖുർആൻ പറഞ്ഞത്. ഇത്തരം മാസങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക, അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എങ്ങനെയാണ് ആദരിക്കേണ്ടത്, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്? ഈ മാസത്തിൽ അതിൽ ചെയ്യേണ്ട അമലുകളൊക്കെ കൃത്യമായി ചെയ്യുക. റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്ന മാതൃകയുണ്ട്. സ്വഹാബത്തും സ്വാലിഹീങ്ങളും സലഫ് സ്വാലിഹീങ്ങളൊക്കെ നമുക്ക് പകർന്നു തന്ന മാതൃകയുണ്ട്. അത്തരം മാതൃകകൾ ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ആദരിക്കുമ്പോഴാണ്, ഇങ്ങനെ ബഹുമാനം കൊടുക്കുമ്പോഴാണ് നമുക്ക് മുത്തഖീങ്ങളായി മാറുക. അങ്ങനെ മുത്തഖീങ്ങളായാൽ എല്ലാം ഈ ദുനിയാവും എല്ലാം അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി പടച്ചിട്ടുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു ഈ മജ്ലിസ് നമ്മെ കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് എപ്പോഴാണ് നമുക്ക് യാത്ര പറയുക എന്ന് പറയാൻ കഴിയില്ല. ഏത് സമയം മരണത്തെ നാം കാത്തിരിക്കേണ്ടവരാണ്. ഏത് സമയം മരണത്തെ ഒരുങ്ങി നിൽക്കേണ്ടവരാണ്. ഒരായുസ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ആ വേദന നമ്മുടെ കൽവിൽ വേണം. ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു ആയുസ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന ചിന്ത നമ്മിൽ വേണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ഖൈറായവർ ആരാണെന്നറിയോ? അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ഖൈറായവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസ്സന അമലുഹു. നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ, നല്ലവരാരാണെന്നറിയോ? മുത്തുനബി തങ്ങൾ പറയാണ്, ആയുസ് നീളമായവരാണ്, ആയുസ് ദീർഘായുസ് കിട്ടുന്നവരാണ്. അല്ലാഹു നമുക്ക് ആയുസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ആയുസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ. ചില മനുഷ്യന്മാരുണ്ട്, ചില ആളുകളുണ്ട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ്. എന്തെങ്കിലും വിഷമം വരുമ്പോൾ, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും പറയും, ഒരിക്കൽ മരിച്ചിനെ മതിയാക്കി. അല്ലേ അല്ലേ ഇല്ലേ? നിങ്ങൾ ചിരി കാണുമ്പോൾ അറിയുന്നുണ്ട് അല്ലെ? അധികവും പെണ്ണുങ്ങളാണ്. ഞാൻ ഒക്കെ മരിച്ചിന് പോയി ഞാൻ മതിയാക്കി. ഞാനൊക്കെ ദുബൈക്ക് പോകുന്നത് മരിച്ചിട്ട്. അല്ലാഹു സലാമത്താകട്ടെ. അല്ലാഹു സലാമത്താകട്ടെ. പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോ, വിഷമങ്ങൾ ഉണ്ടാവുമ്പോ അങ്ങനെ പറയരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഹബീബായ തങ്ങൾ പറയാണ്, ലാ യതമന്നാ അഹദകുൽ മൗത്ത്. നിങ്ങൾ മരണത്തെ കുറിച്ചേക്കല്ല, നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കല്ല. അങ്ങനെ പറയുന്ന ഉമ്മമാരുണ്ടോ? മരിച്ചുപോയെങ്കിൽ മതിയെന്ന് പറയുന്നവരുണ്ടോ? മരണപ്പെട്ടാൽ മതിയെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഉമ്മമാരെ, ഓ എന്റെ സഹോദരന്മാരെ, പ്രയാസങ്ങളാണ്, വിഷമങ്ങളാണെന്ന് പരാതിപ്പെടുന്നവരില്ലേ? പ്രയാസങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണ്. ഇന്ന് നമുക്ക് പ്രയാസമെങ്കിൽ നാളെ നമ്മളത് വിജയമായിരിക്കും. ഒരു മനുഷ്യന് കാലാകാല പ്രയാസം വരാനില്ല. അല്ലാഹു എല്ലാം മാറ്റിത്തരുന്നവരാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസം ഉണ്ടാകുമ്പോ അതിന്റെ പ്രതിഫലവും പരിഹാരങ്ങളും എളുപ്പവും ഉണ്ടാകുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. മരണത്തെ നിങ്ങൾ കുറിച്ചേക്കല്ല, മരിച്ചെങ്കിൽ മതി എന്ന് പറയല്ല. ലാ യതമന്നാ അഹദകുൽ മൗത്ത്. ഞാൻ മരിച്ചു പോയെങ്കിലെന്ന് നിങ്ങൾ ദുആ ചെയ്തേക്കല്ല, നിങ്ങൾ ആഗ്രഹിച്ചേക്കല്ല. വലാ യദ്ഉ മിൻ ഖബ്ലി അൻ യഅതിയ. ആ മരണം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് മരിക്കണമെന്ന് ദുആയും മരുതയും മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. ഇദാ മാത അഹദുകും ഖതഅ അമലുഹു. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതോടെ അവന്റെ അമലുകൾ മുറിയുകയാണ്. പിന്നെ നിസ്കാരമില്ല, പിന്നെ നോമ്പില്ല, പിന്നെ സൽക്കർമ്മമില്ല, പിന്നെ സ്വലതയില്ല, പിന്നെ ദാനധർമ്മങ്ങളില്ല, പിന്നെ ഒരൊറ്റമലും ചെയ്യാൻ അവന് സാധ്യമേ അല്ല. വന്നഹു ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറാ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആയുസ് നീളമാവനാണ് ഏറ്റവും നല്ല വിഷയമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ആ നിമിത്തങ്ങൾ തന്നെ പറയാണ്, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു. നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണെന്ന് അറിയുമോ? ത്വാല ഉംറുഹു, ആയുസ് നീളമായവരാണ്. പോരാ ആയുസ്
നീളമായത് കൊണ്ട് മാത്രം കാര്യമില്ല. അല്ലെ, തനി തെമ്മാടിയാണ് അവൻ കുറെ കാലം ജീവിക്കുന്നുണ്ട്, കാര്യമുണ്ടോ? ഉണ്ടോ? ഈ അടുത്തൊരു വാപ്പ 2 കൊല്ലം മുമ്പ് ഒരു മോൻ മരണപ്പെടാൻ ആരോ പിടിച്ചു കൊന്നു, തലവാറ ഉടലുവാറ, തലയും ശരീരം വേർപ്പെടുത്തി. അല്ലാഹു സലാമത്താക്കട്ടെ. നടന്ന സംഭവമാണ്, വെറുതെ പറയല്ല. അയാൾ, ആ മോന്റെ വാപ്പ, ചെറുപ്പക്കാരന്റെ വാപ്പ നല്ല മനുഷ്യനാണ്, നല്ല ഇബാദത്തും നല്ല കാര്യങ്ങളുടെ മനുഷ്യനാണ്. മോനെ കൊന്നപ്പോ വാപ്പ പറഞ്ഞ വാക്കെന്ന് പറയോ, ഉസ്താദ് മരിച്ചു നന്നായി. അല്ലാഹു സലാമത്താക്കട്ടെ. വാപ്പ മോനെ കുറിച്ച് പറയാൻ, ഉസ്താദെ പോയത് നന്നായി പോയി, തലവേദനയാണ് അവനെ കൊണ്ട് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ വാപ്പമാർക്ക് ഇങ്ങനെ നമ്മെ കുറിച്ചുണ്ടാക്കി കൊടുക്കല്ലേ. നമ്മളെ വാപ്പമാർ ഇങ്ങനെ നമ്മെ കുറിച്ച് പറയുന്ന അവസ്ഥ വരുത്തല്ലേ. മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ചെന്ന് പെടല്ല, മയക്കുമരുന്ന് സംഘങ്ങളിലേക്ക് ചെന്ന് കയറി കൊടുക്കല്ല. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. നല്ല മനുഷ്യരായി മാറാൻ നമുക്ക് കഴിയണം. നല്ലവനെന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് കഴിയണം. നല്ല സ്വഭാവത്തിനുടമയായി മാറാൻ നമുക്ക് സാധിക്കണം. ഒരു വാക്ക് പറയുകയാണ്, ഉസ്താദേ, മകനെ കൊണ്ട് കുടുങ്ങിപ്പോയ ഉസ്താദേ, എനിക്ക് മക്കളില്ലെങ്കിൽ നന്നായാനേ എന്ന് ചിന്തിക്കുകയാണ്. എന്റെ മഹല്ലിൽ വാപ്പനോട് വന്ന് പറയാൻ, ഉസ്താദേ, രാത്രി 2 മണിക്കാണ് മോനെ കയറി വരുന്നത്. ചില ദിവസം രാത്രി വീട്ടിലേക്ക് വരൂല, കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് നടക്കുകയാണ്. ഞാൻ ചിന്തിച്ചു പോകുന്നു, മക്കളില്ലായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ആലോചിച്ചു പോകാൻ. അല്ലാഹു സലാമത്താക്കട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു കാക്കട്ടെ. മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ നിന്ന് അല്ലാഹു നമ്മുടെ മക്കളെ സലാമത്താക്കി തരട്ടെ. എത്ര ഉമ്മമാരാണ്, വാപ്പമാരാണ് നേരെ കഴിയുന്ന മക്കൾ ആലോചിച്ചുകൊണ്ട് അല്ലാഹു സലാമത്താക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹബീബായ തങ്ങൾ പറയാണ്, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണെന്ന് അറിയുമോ? ആയുസ് നീളമായവരാണ്. പോരാ, ആയുസ് നീളമായത് കൊണ്ട് മാത്രം കാര്യമില്ല, നന്മ ജീവിതത്തിലുണ്ടായ ആളുകളാണ്, നല്ലത് ചെയ്യാൻ മുന്നോട്ട് കടന്നു വരുന്നവരാണ്, നല്ല കർമ്മങ്ങൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നവരാണ്. നിങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. നമ്മുടെ വാപ്പമാർ മരണപ്പെട്ടു പോയി, നമ്മുടെ ബന്ധുക്കൾ പലരും ആരുടെ മണ്ണിലാണുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, നാം ചെയ്യുന്നത് പോലെ ഈ മുഹറമിന്റെ ഈ രാത്രി ഇവിടെ ഇരിക്കാനുള്ള ഭാഗ്യം ഓർത്തില്ല. ഉണ്ടോ? ഇല്ല. നമുക്കല്ലാഹു സൗഭാഗ്യം തന്നു, നമുക്കല്ലാഹു ഭാഗ്യം തന്നു. നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ നന്മയിലേക്ക് ഇങ്ങനെ പ്രതിഫലം കൂടി വരാൻ. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ആയുസ് നീളമാവലാണ്. അവരാണ് നിങ്ങൾ ഏറ്റവും നല്ലവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. പടച്ചറബ് നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് ചെയ്യട്ടെ. നല്ല മനുഷ്യരായി ജീവിക്കാൻ ഈ പരിശുദ്ധമായ മുഹറം മാസത്തെ മുൻനിർത്തി ഒരു നല്ല വ്യക്തിയായി മാറാനുള്ള ദൃഢപ്രതിജ്ഞയെടുത്ത് നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ എനിക്കും നിങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി